തെർമൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു നോക്കിയാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ മാർക്കും വെയിറ്റേജും വരുന്ന ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ ആൻ ഓട്ടോ സൈക്കിൾ R is a compression ratio and gamma is a adiabatic index. Which relation defines the air standard efficiency for auto cycle എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഒരു സൈക്കിൾ ആണെന്നുള്ള കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ വരുമ്പോൾ അതിൽ ഏതൊക്കെ പ്രോസസ്സുകളാണ് ആ ഒരു ഓട്ടോ സൈക്കിൾ ഉള്ളത് എന്നുള്ളതും അതുകൂടാതെ നമുക്കറിയാം അതിന്റെ ഒരു എക്സാക്ട് ആയിട്ട് നമുക്ക് തെർമൽ എഫിഷ്യൻസി കാണാനായിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എന്താണെന്നതും അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതും നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നത്? എഫിഷ്യൻസി എന്ന് പറയുന്നത് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/r റേസ് ടു ഗാമ മൈനസ് 1 എന്നുള്ളതായിരുന്നു നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അതിലെ R എന്ന് പറയുന്നത് നമുക്കറിയാം, R എന്ന് പറയുന്നത് നമ്മുടെ കംപ്രഷൻ റേഷ്യോ ആണ്. ഗാമ എന്ന് പറയുന്നത് നമുക്കറിയാം അഡിയാബാറ്റിക് ഇൻഡെക്സ്, അല്ലെങ്കിൽ നമുക്ക് അതിന് മറ്റൊരു പേര് കൂടെ നമ്മൾ പറയുന്നുണ്ട്, സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ എന്ന പേരിലും കൂടെ പറയാറുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് അതിനൊരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ 1 മൈനസ് 1/r റേസ് ടു ഗാമ മൈനസ് 1 എന്നുള്ളതാണ് നമ്മുടെ ഓട്ടോ സൈക്കിളിന്റെ തെർമൽ എഫിഷ്യൻസിയുടെ റിലേഷൻ വരുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് തന്നെ ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ആൻസർ വരുന്നുണ്ടാവുക ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്ഷൻ എ പറയുന്നത് 1 മൈനസ് 1/r റേസ് ടു ഗാമ മൈനസ് 1 തന്നെയാണ്. അതുപോലെ ഓപ്ഷൻ ബിയിൽ നോക്കുകയാണ് 1 മൈനസ് 1/r റേസ് ടു ഗാമ എന്ന് പറയുന്നുണ്ട് എഫിഷ്യൻസി. ഓപ്ഷൻ സി തന്നിട്ടുള്ളത് 1 മൈനസ് 1/r റേസ് ടു ഗാമ പ്ലസ് 1 എന്നുള്ളതും നോക്കി. അടുത്ത ഡി തന്നിട്ടുള്ളത് 1 മൈനസ് 1/r റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ ഗാമ പ്ലസ് 1 എന്നുള്ളതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് നമുക്ക് മാറിപ്പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ല. നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു എക്സ്പ്രഷൻ മനസ്സിലാക്കി കൊണ്ടുപോയി നമ്മൾ ആ ഒരു ഓപ്ഷൻസ് വായിച്ച് നോക്കി കഴിയുമ്പോൾ നമ്മളത് ലിറ്റിൽ ബിറ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഫോർമുല കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതി നോക്കുക. എഴുതി നോക്കിയതിനു ശേഷം മാത്രം ഓപ്ഷൻസ് വായിച്ച് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ടാവും ഏതായിരിക്കണം? ഓപ്ഷൻ എ ആയിരിക്കും. ഓപ്ഷൻ എ നോക്കിയ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/r റേസ് ടു ഗാമ മൈനസ് 1 എന്നതാണ് നമ്മുടെ റിലേഷൻ വരുന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയാം, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും അതിൽ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കാർനോട്ട് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ഓപ്ഷൻ എ 2 കോൺസ്റ്റന്റ് വോളിയം ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ് എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി 2 ഐസോതെർമൽ ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി 2 കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്സസ് എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത് ഒരു കോൺസ്റ്റന്റ് വോളിയവും അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് പ്രഷറും ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ്സസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാർനോട്ട് സൈക്കിൾ എന്താണുള്ളതും അത് നമുക്കറിയാം. കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് മാക്സിമം എഫിഷ്യൻസി തരുന്ന എഞ്ചിൻ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊരു എഞ്ചിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ആസ് പെർ കാർനോട്ട് സൈക്കിൾ ആണ്. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്ന പ്രോസസ് ആണെങ്കിൽ അത് 4 പ്രോസസ് സൈക്കിൾ കഴിഞ്ഞ ശേഷം 4 പ്രോസസ് കഴിഞ്ഞ ശേഷം വീണ്ടും 1ലേക്ക് തന്നെ തിരികെ എത്തുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് അറിയേണ്ടത് കാർനോട്ട് സൈക്കിളിലുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. 4 പ്രോസസ് സൈക്കിൾ ആണ്. അവിടെ കൃത്യമായിട്ട് ഓർത്തിരുന്നോളാം, 2 ഐസെൻട്രോപിക് പ്രോസസ്സുകളും 2 ഐസോതെർമൽ പ്രോസസ്സുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് അറിയേണ്ടത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് ആണെന്നതും അതുപോലെ തന്നെ ഐസോതെർമൽ എന്ന് പറയുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ടെമ്പറേച്ചർ ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ആ ഒരു പ്രോസസ് ആണ് ഐസോതെർമൽ എന്നുള്ളതും. ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ എൻട്രോപ്പി ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ദാറ്റ് മീൻസ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് 2 ഐസോതെർമൽ പ്രോസസ്സുകളും 2 ഐസെൻട്രോപിക് പ്രോസസ്സുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി നോക്കിയേ, 2 ഐസോതെർമൽ ആൻഡ് 2 ഐസെൻട്രോപിക് പ്രോസസ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇൻ എ ഡീസൽ സൈക്കിൾ വാട്ട് ഈസ് ദ പ്രോപ്പർ പ്രോസസ് ഓർഡർ എന്നാണ് തന്നിട്ടുള്ളത്. ഡീസൽ സൈക്കിൾ ആണ് പറയുന്നത്. ആ ഡീസൽ സൈക്കിളിൽ തന്നെ അതിനൊരു ഓർഡറിങ് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഓഫ് ഓർഡർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിന്റെ പ്രോസസ്സുകളുടെ സീക്വൻസ് എങ്ങനെയാണ് വരുന്നതാണ് അറിയേണ്ടത്.
ഇതിലെ ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ് തന്നിട്ടുണ്ട്. രണ്ടെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ് തന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് തന്നിട്ടുള്ളത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. നാലെന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഓപ്ഷൻസിലേക്ക് വായിച്ച് നോക്കാതെ എങ്ങനെയാണത് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കി അതിൽ ആൻസറിലേക്ക് എത്തിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം ഡീസൽ സൈക്കിൾ ആണെന്ന് പറയുന്നുണ്ട്. ഡീസൽ സൈക്കിളിൽ 4 പ്രോസസ്സുകളാണുള്ളത്. ആ 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ഓർഡർ എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് ഐസെൻട്രോപിക് കംപ്രഷൻ ആയിരുന്നു. ഓക്കെ, ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് പ്രോസസ് 1 to 2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് വരുന്നത് നോക്കി പ്രോസസ് 2 to 3 ആണ്. 2 to 3 ആണ് അത് പറയുന്നത്. നോക്കി എന്താ സംഭവിക്കുന്നുണ്ടാവുക നമുക്കറിയാം. അവിടെ ഡീസൽ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അതിന് നമ്മൾ പറയാറുള്ളത് ഐസോബാരിക് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം, ഐസോബാരിക് ഹീറ്റ് അഡീഷൻ ആണെന്ന് എഴുതാം. ഹീറ്റ് അഡീഷൻ ആണെന്ന് എഴുതാം. ദെൻ അടുത്ത പ്രോസസ്സ് 3 to 4 ആണ്. 3 to 4 എന്ന് പറയുമ്പോൾ വരുന്നുണ്ടാവാം നമുക്കറിയാം അവിടെ വീക്കെയിൻ ഐസെൻട്രോപിക് കംപ്രഷൻ കഴിഞ്ഞിട്ടുണ്ട്, വീണ്ടും എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ് മൂന്നാമത്തെ പ്രോസസ് ആയിട്ട് വന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ അഗൈൻ നാലാമത്തെ പ്രോസസ്സ് ലാസ്റ്റ് പ്രോസസ് ആണ് വരുന്നത് 4 to 1 എന്ന് പറയുന്നത് ഏതായിരിക്കും വരുന്നുണ്ടാവുക, അവിടെ ഹീറ്റ് റിജക്ഷൻ ആണ് നടക്കുന്നത്. ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. നമുക്ക് അതിന് മറ്റൊരു പേരോട് പറയാറുണ്ട് ഐസോ കോറിക് എന്ന്. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം, ഐസോ കോറിക് ഹീറ്റ് റിജക്ഷൻ ആണ് അടുത്ത പ്രോസസ്സ് വരുന്നതും ഓർത്തിരിക്കുക. ഹീറ്റ് റിജക്ഷൻ ആണ് അടുത്ത പ്രോസസ്സ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രോസസ്സ് വരുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണെന്നതും ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പ്രോസസ്സ് ഏതായിരുന്നടാ, അത് ഐസോബാരിക് ഹീറ്റ് അഡീഷൻ ആണ്. മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. നാലാമത്തെ പ്രോസസ് ആയിട്ട് വന്നുള്ളത് നോക്കി ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ ആണ്. അപ്പോൾ 1 2 3 4 എന്ന രീതിയിൽ നമുക്ക് അതിന്റെ സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ആ നമ്പർ അനുസരിച്ച് നമ്മൾ ഈ ഓർഡർ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ആ ഐസെൻട്രോപിക് കംപ്രഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എപ്പോഴാണ് നോക്കി, അതിന്റെ നമ്പർ നോക്കി, അതിന്റെ നമ്പർ 4 എന്ന രീതിയിലാണ് നമ്പർ തന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് ആദ്യത്തെ നമ്പർ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് നോക്കിയാൽ അടുത്ത രണ്ടാമത്തെ പ്രോസസ് ആയിട്ട് വരുന്നത് ഐസോബാരിക് ഹീറ്റ് അഡീഷൻ ആണ്. ഐസോബാരിക് ഹീറ്റ് അഡീഷന്റെ നേരെയുള്ള നമ്പർ നോക്കി ഏതാ വരുന്നത് നോക്കി, ഐസോബാരിക് ഹീറ്റ് അഡീഷൻ ആണ്. ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ്. അതിന്റെ നമ്പർ വരുന്നത് 1 എന്ന നമ്പർ ആണ്. ദാറ്റ് മീൻസ് 4 കഴിഞ്ഞാൽ അടുത്തത് 1 ആയിരിക്കും വരുന്നുണ്ടാവുക എന്ന് പിടികിട്ടി. ദെൻ അടുത്തത് നമുക്ക് മൂന്നാമത്തെ പ്രോസസ് ആണ്. ആ മൂന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആയിരുന്നു. ഐസെൻട്രോപിക് എക്സ്പാൻഷന്റെ നമ്പർ വരുന്നത് നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് എത്രയാണ് വരുന്നത്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 3 എന്ന നമ്പർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ 4 കഴിഞ്ഞു, 1 കഴിഞ്ഞു, അടുത്ത് വരുന്നത് 3 ആയിരിക്കും എന്നത് പിടികിട്ടി. ദെൻ ലാസ്റ്റ് വരുന്ന പ്രോസസ് ഏതാ നോക്കി, നാലാമത്തെ പ്രോസസ് നമുക്ക് അറിയുന്നത് ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ ആണ്. ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ ആണ് നാലാമത്തെ നമ്പർ കൊടുത്തുള്ളത്. ദാറ്റ് മീൻസ് ആ നമ്പർ കൊടുത്തുള്ളത് നമ്പർ നോക്കിയാൽ ഏതാണ് നോക്കി, ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയ നമ്പർ തന്നുള്ളത് 2 ആണ്. ദാറ്റ് മീൻസ് അടുത്തത് വരുന്നുണ്ടാവുക 2 ആയിരിക്കും പിടികിട്ടി. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ എന്ത് കിട്ടിയിടാം, 4 1 3 2 എന്ന രീതിയിലാണ് അതിന്റെ നമ്പർ വരുന്നുള്ള കാര്യം പിടികിട്ടി. ദാറ്റ് മീൻസ് ഓപ്ഷൻസ് ഇനി നോക്കുകയാണെങ്കിൽ അത് ഏതാണ് വരുന്നുണ്ടാവുക നോക്കിയേ, ഓപ്ഷൻ ഡി നോക്കുമ്പോൾ 4 1 3 2 എന്ന രീതിയിലുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. നോക്കിയാൽ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താ നോക്കി, ഇൻ എ ഡീസൽ സൈക്കിൾ ദ ഹീറ്റ് ഈസ് റിജക്റ്റഡ് അറ്റ് ഓപ്ഷൻ എ കോൺസ്റ്റന്റ് വോളിയം, ഓപ്ഷൻ ബി കോൺസ്റ്റന്റ് പ്രഷർ, ഓപ്ഷൻ സി ഫസ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദെൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നത് ഫസ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദെൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഡീസൽ സൈക്കിൾ ആണ് പറയുന്നത്. ഈ ഡീസൽ സൈക്കിളിലെ പ്രോസസ് ഓരോന്നും എങ്ങനെയാണ് നമ്മൾ തൊട്ട് മുന്നേ
പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഐസെൻട്രോപിക്കിലാണ് കംപ്രഷൻ നടന്നുള്ളത്. ദെൻ ഐസോബാറിക് ഹീറ്റ് അഡീഷൻ ആണ്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നടക്കുന്നു. ദെൻ ഐസോകോറിക്കിലാണ് ഹീറ്റ് റിജക്ഷൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വിൽ ബി ഏതായിരിക്കും? ഐസോകോറിക്കിലാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് എന്തായിരിക്കും? അത് നോക്കിയേ, കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളതായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരുന്നോളാം. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ ആയിരിക്കും. കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഇവിടെ ഹീറ്റ് റിജക്ട് ആയി പോകുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, നമുക്ക് ഈ ഒരു ഡീസൽ സൈക്കിളിന് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്. അത് ഏതാണ് പറയുന്നത്? അത് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നാണ് അതിനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത് നമുക്കറിയാം ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പറയാറുള്ളത് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് വോളിയം എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേര് വന്നെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയാൻ കാരണം അവിടെ ഡീസൽ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായതുകൊണ്ടാണ്. ഓട്ടോ സൈക്കിളിൽ നമ്മളെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് നമുക്ക് ആ സൈക്കിളിലെ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയാനും സാധിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. നോക്കി, ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ ദ ഹീറ്റ് അഡീഷൻ ഇൻ ഡ്യുവൽ സൈക്കിൾ ടേക്സ് പ്ലേസ് എന്നുള്ളതാണ്. ഡ്യുവൽ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം കോമ്പിനേഷൻ ഓഫ് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളുമാണ്. അപ്പോൾ അവിടെ ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓപ്ഷൻ എ കോൺസ്റ്റന്റ് വോളിയം, ഓപ്ഷൻ ബി കോൺസ്റ്റന്റ് പ്രഷർ, ഓപ്ഷൻ സി പറയുന്നത് ഫസ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദെൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ദെൻ ഡി പറയുന്നത് ഫസ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് ദെൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഇവിടുത്തെ പ്രോസസ്സുകൾ നമുക്ക് ഒന്നൊന്നായിട്ട് പറഞ്ഞാൽ, ഒന്ന് ഐസെൻട്രോപിക് കംപ്രഷൻ വരുന്നു. ദെൻ അടുത്ത് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ പ്രോസസ് നമുക്ക് അറിയുന്നതാണ് ഐസോകോറിക്കലി ഹീറ്റ് അഡീഷൻ നടക്കുകയാണ്. ദെൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ബാരിക് ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് പ്രഷർ എന്ത് ചെയ്യാണ്? ഹീറ്റ് ആഡ് ചെയ്യപ്പെടുകയാണ്. ദെൻ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ വരുന്നു. ദെൻ ലാസ്റ്റ് വരുന്നത് ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആണ്, രണ്ട് പ്രോസസ്സിലും ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ആദ്യം ഹീറ്റ് ആഡ് ചെയ്യപ്പെട്ടുള്ളത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ദെൻ ആഫ്റ്റർ നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? കോൺസ്റ്റന്റ് പ്രഷറിൽ വീണ്ടും ഹീറ്റ് ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ്, ഫസ്റ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നു. ദെൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ആഡ് ചെയ്യപ്പെട്ടുള്ളത്. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുള്ള കാര്യം അറിഞ്ഞിരുന്നോളാം. ക്ലിയർ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നമുക്കൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയേ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഗ്യാസോലിൻ എഞ്ചിൻ വർക്കിംഗ് ഓൺ ഓട്ടോ സൈക്കിൾ ഹാസ് എ കംപ്രഷൻ റേഷ്യോ ഓഫ് 10 എന്ന് തന്നിട്ടുണ്ട്. കംപ്രഷൻ റേഷ്യോയുടെ 10 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ തെർമൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ എന്നാണ് ചോദിച്ചുള്ളത്. അവിടെ തന്നെ അസ്യൂം ചെയ്യാനായിട്ട് കുറച്ച് ഡാറ്റാസ് വരുന്നുണ്ട്. നോക്കിയേ, ഗാമ എന്ന് പറയുന്നത് 1.4 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10⁻⁴ എന്ന് പറയുന്നത് 2.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തന്ന ഡാറ്റാസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. ഇവിടെ ആറിന്റെ വാല്യൂ 6 എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. 6 എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുണ്ട്. ദെൻ നോക്കിയേ, ഗാമയുടെ വാല്യൂ, അതായത് എന്താണ്? ഗാമ അഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ്. ആ ഗാമയുടെ വാല്യൂ 1.4 ആണെന്ന് അസ്യൂം ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 10⁻⁴ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നത് 2.5 എന്നാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് എഫിഷ്യൻസി എത്രയാണെന്നുള്ളതാണ്. നോക്കിയടാ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലി ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എത്രയാണ് എഫിഷ്യൻസി കിട്ടുന്നത് അറിയേണ്ടതുണ്ട്. നമുക്ക് ആകെ അറിയുന്നത് എഫിഷ്യൻസിയുടെ ഒരു ഇക്വേഷൻ ആയിരുന്നു. നോക്കിയേ, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ് വരുന്നത്? ഓട്ടോ സൈക്കിളാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം 1-1/r⁻⁻1 എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. അവിടെ നമ്മൾ തന്നുള്ള ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/1/r-ന്റെ വാല്യൂ 10 ആണ്. 10⁻⁻, ഗാമയുടെ വാല്യൂ 1.4 ആണ്. -1 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/10⁻1 1.4 - 1 എന്ന് പറയുമ്പോൾ 0.4 എന്ന് കിട്ടും. 10⁻0.4 എന്ന് കിട്ടി. നമുക്കിവിടെ 10⁻0.4നെ നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് 2.5 എന്നുള്ളതാണ് അല്ലേ? 10⁻0.4 എന്ന് പറയുന്നത് 2.5 ആയിട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അസ്യൂം ചെയ്തുള്ള ഡാറ്റ ആണ്. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം? 1-1/10⁻⁴ എന്ന് പറയുന്നത് 2.5 ആയിട്ട് നമ്മളിത് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടൂടാ? 2.5 - 1/2.5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ എങ്ങനെ കിട്ടും? 1.5 / 2.5 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 15/25 എന്ന് എഴുതാം.
ഇത് തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത് നോക്കിയേ 3/5 എന്ന് പറയുന്നത് 3/5 നമുക്ക് ചെയ്ത് എന്ത് കിട്ടൂടാ 3/5 എന്ന് പറയുമ്പോൾ 0. നോക്കിയേ 0.6 × 5 30 എന്ന് കിട്ടി അല്ലെ 30 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എന്ത് കിട്ടും ആൻസർ 0.6 എന്ന് കിട്ടി. എഫിഷ്യൻസി 0.6 മീൻസ് നമുക്ക് പെർസെന്റേജിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 0.6 × 100 ചെയ്യുന്നു. ദാറ്റ് മീൻസ് 60% നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ദാറ്റ് മീൻസ് ഇവിടെ തന്നുള്ളത് പെർസെന്റേജ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ പെർസെന്റേജിലേക്ക് മാറ്റി എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ദാറ്റ് മീൻസ് റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ആയിരിക്കും. 60% ആയിരിക്കും എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് ചിന്തിക്കാതെ ഒന്ന് വായിച്ച് നോക്കാതെ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 അല്ലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ആൻ ഐഡിയൽ ഓട്ടോസൈക്കിൾ. ഓട്ടോസൈക്കിളുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചുള്ളത്. നോട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. നോട്ട് ദ പാർട്ട് എന്നുള്ളതാണ് ചോദിച്ചുള്ളത്. അപ്പോൾ ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യാം. നമുക്കറിയാം തന്നിട്ടുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണ്. ഓട്ടോസൈക്കിൾ ആണ് പറയുന്നത്. ഓട്ടോസൈക്കിൾ എന്ന് പറയുമ്പോൾ 4 പ്രോസസ്സുകൾ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് വരുന്ന പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് ഐസോട്രോപിക് കംപ്രഷൻ ആണ്. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു ഐസോകോറിക്കിൽ എന്ത് ചെയ്യുന്നു ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നു. ദെൻ അഗെയിൻ ഐസോബാറിക് എക്സ്പാൻഷൻ നടക്കുന്നു. ദെൻ ലാസ്റ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു ഐസോകോറിക്കില് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നു. ദാറ്റ് മീൻസ് അവിടെ 2 ഐസോകോറിക് പ്രോസസ്സുകളും 2 ഐസെൻട്രോപിക് പ്രോസസ്സുകളുമാണ് അവിടെ ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, ഈ പ്രോസസ്സിൽ നമുക്ക് ഏതൊക്കെയാണ് ഇല്ലാത്തതെന്നുള്ള ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഫസ്റ്റ് വരുന്നത് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണെന്നുള്ളതാണ്. അത് ഇതുമായിട്ട് ബന്ധം വരാത്തതാണ്. നമുക്കറിയാം ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലല്ല മറിച്ച് കോൺസ്റ്റന്റ് വോളിയത്തിലാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അത് നമുക്ക് ഓട്ടോ സൈക്കിളുമായി ബന്ധം വരുന്നതാണെന്ന് പിടികിട്ടി. ഐസെൻട്രോപിക് കമ്പഷൻ അവിടെ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ദെൻ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ അവിടെ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും സിയും ഡിയും എന്താണ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓട്ടോ സൈക്കിൾ ആണെന്ന കാര്യം പിടികിട്ടി. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ പറയുന്നത് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണെന്ന് പറയുന്നത് ആരുമായി റിലേറ്റ് ചെയ്ത് വരുന്നില്ല, ഓട്ടോ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാത്തതായതുകൊണ്ട് തന്നെ നമുക്കതിനെ സിമ്പിൾ ആയിട്ട് തന്നെ നോക്കി അവിടെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് എ ഡീസൽ സൈക്കിൾ ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ഓപ്ഷൻ നോക്കി. എ എന്ന് പറയുന്ന റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് ആണ്. ബി എന്ന് പറയുന്നത് കട്ട് ഓഫ് റേഷ്യോ ആണ്. സി എന്ന് പറയുന്നത് അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നത് ഓൺലി എ എന്നും ഓപ്ഷൻ ബി വരുന്ന ഓൺലി ബി, ഓപ്ഷൻ സി വരുന്ന ഓൺലി സി, ഡി വരുന്ന എ ബി സി എന്നുള്ളതാണ്. അപ്പോൾ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഫോർ ഡീസൽ സൈക്കിളിന്റെ ആ റിലേഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്തായിരുന്നു റിലേഷൻ വന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, എഫിഷ്യൻസി ഈക്വൽ ടു എന്താണെന്ന് അറിയാം. നോക്കിയേ എഫിഷ്യൻസി ഈക്വൽ ടു നമുക്ക് അറിയുന്ന കാര്യമാണ്. നോക്കിയേ 1 - 1/r⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ into നോക്കിയേ ρ⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ into ഗാമ നോക്കിയേ ρ-1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത് നമുക്കറിയാം. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണെന്ന് അറിയാം. അതുപോലെ ഗാമ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നതാണ്. നോക്കിയേ ഗാമ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ എന്താ വരുന്നത് സ്പെസിഫിക് ഹീറ്റിന്റെ റേഷ്യോ ആണെന്ന് അറിയാം. ദെൻ നോക്കിയേ ഇവിടെ അടുത്ത പറഞ്ഞുള്ളത് നോക്കിയേ റോ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നതാണ് കട്ട് ഓഫ് റേഷ്യോ ആണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയാം. ദാറ്റ് മീൻസ് ഇവിടെയുള്ള റൈറ്റ് ആൻസർ വരുന്നത് ഏതാ നോക്കിയാ ഇവിടെ പറഞ്ഞ റേഷ്യോ സ്പെസിഫിക് ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ കട്ട് ഓഫ് റേഷ്യോ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ദെൻ അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോയും ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടർ ആണെന്ന് അറിയാം. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി എ ബി സി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണെന്ന് പിടികിട്ടി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ട്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി എ ബി സി എന്ന് പറയുന്നതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ല, ക്ലിയർ അല്ലേ? ഇപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി സെറ്റാക്കി വെച്ചോളാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാംസുകൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു 2 വർഷം മുമ്പ് എല്ലാ എക്സാമുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ആ വരുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തന്നെ നമുക്ക് കൂടുതൽ വേക്കൻസികൾ വരുന്ന നോട്ടിഫിക്കേഷൻസ് വരാനിരിക്കുകയാണ്. അപ്പോൾ RRB JEE തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമുകളും ഇനി എല്ലാ വർഷവും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നോക്കി നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്തി ജോലി സ്വന്തമാക്കാം. അതിലൊരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ സൈലം ടെക്നിക്കല് നമുക്ക് ഇവിടെ നിങ്ങൾക്കായിട്ട് നല്ലൊരു നോക്കിയേ
മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ടർബോ ബാച്ച് എന്ന രീതിയിൽ നമുക്കൊരു കോഴ്സ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ആ തരുന്ന കോഴ്സുകൾ നമുക്കറിയാം വളരെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ആ ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് സൈലന്റ് ടെക്നിക്കൽ എത്തിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോഴ്സിലേക്ക് കൃത്യമായിട്ട് എൻറോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഒരുമിച്ച് മുന്നേറി ഒരുമിച്ച് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ജോലിയിലേക്ക് എത്താം. എല്ലാവരും ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.